ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെയർ കെയറും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് നാളായിട്ട് സ്കിൻ കെയർ ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാലമായി ഹെയറിന് ഒരു കെയറിങ് കൊടുത്തിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള എഗ് വൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു സ്പെഷ്യലായിട്ട് ഒരു കെയർ കൊടുത്തിട്ട് കുറച്ച് നാളെ. അപ്പം ഞാൻ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്ന ഒരു ഹെയർ കെയറാണ് ഇന്ന് കാണിച്ചു തരുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. കുറേ അന്വേഷിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ ഫ്ലക്സ് സീഡാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ കുറേ നാളുകൊണ്ട് ഇത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ അവിടെ എല്ലാം കാലിയായി കഴിഞ്ഞപ്പോൾ യാദൃശ്യമായിട്ട് അവിടെ ഒരു പാക്കറ്റ് കിടക്കുന്നുണ്ട്. ഞാൻ വേഗം എടുത്താണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പം ഹെയർ ഇപ്പം ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ വീക്കിലി 2 പ്രാവശ്യം മാത്രമേ ഹെയർ വാഷ് ചെയ്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഹെയറിന് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ അധികം ഇതുപോലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കയറി ഡെയിലി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം വെറുതെ വെള്ളത്തിൽ പരിച്ച പോലെ ആയിപ്പോൾ. അപ്പം ഞാൻ വെള്ളം പിടിച്ച് വെച്ചിട്ട് തലേദിവസം രാത്രി പിടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വാഷ് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ പിടിച്ചു വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം മുന്നോട്ട് പോകാറുമുണ്ട്. അപ്പോൾ ഇപ്പം 2-3 ദിവസമായി വാഷ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ആകെ പ്രാന്തിയമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫസ്റ്റ് ഒന്ന് ഓയിലിട്ട് കൊടുക്കണം. ഞാൻ എന്ത് പ്രോഡക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്താലും ഓയിലിട്ട് കൊടുക്കും. ഇത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ കാച്ചെണ്ണ തീർന്നു പോയി. മറ്റേ നാച്ചുറലായിട്ടുള്ള നമ്മൾ ആട്ടുന്നിടത്തുനിന്ന് മേടിക്കുന്ന എണ്ണയിൽ അതിലാണ് ഞാൻ എണ്ണ കാച്ചി എടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ട് മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പാരച്യൂട്ട് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ ഇരുന്നതായതുകൊണ്ട് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഹെയറിൽ ഓയിലിട്ട് കൊടുക്കണം കേട്ടോ, അല്ലാതെ എനിക്കിഷ്ടമല്ല. ഭയങ്കരമായിട്ട് അങ്ങ് പറക്കും. പക്ഷേ ഞാൻ ഷാമ്പൂ ഇട്ട് കഴുകും, എങ്കിലും ഒരു 2-3 ഡേയ്സൊക്കെ നല്ല ഭംഗിക്ക് കിടക്കും, നല്ല ഷൈ ആയിട്ട് കിടക്കും. പിന്നെ ഒരുമാതിരി അങ്ങ് പറന്ന് അങ്ങ് ഇത് അവശളായി പോകും. അപ്പോൾ ഇത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ ക്ലോറിൻ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. കാരണം എൻ്റെ മുടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, വളരെ നന്നായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ക്ലോറിനെ കുളിച്ച് ഒരുമാതിരി ആയിട്ടുണ്ട്. കാരണം നമ്മൾ കിണറ്റിൽ വെള്ളമാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. അപ്പം നമുക്കിത് ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ഞാൻ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലാക്സ് സീഡ് ഹെയർ കെയറിനായിട്ടുള്ള അല്ലെങ്കിൽ ഹെയർ പാക്കിനായിട്ട് അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടില്ലല്ലോ, അതൊന്ന് കാണണ്ടേ. ഓക്കെ, ഞാൻ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട് 250 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ അതിന് 100 രൂപ ആയിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഒരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1/4 കപ്പ് മാത്രമേ ഉള്ളൂ. 1/4 കപ്പിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആ 1/4 കപ്പ് എടുത്ത കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതൊരു ജെല്ല് പരുവത്തിലാകും. എന്നിട്ടാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടേക്കുന്നത്. ഇതിൻ്റെ തിളച്ച് പൊങ്ങാൻ തുടങ്ങും. പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ നമുക്കിത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് ആ ഒരു ജെല്ല് പരുവത്തിലേക്ക് വരണം. ആ കുറുകി ഒന്ന് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇളക്കാൻ നിർത്തരുത്. ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റ് വരെ ഞാനിത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു ജെൽ ഫോമിൽ വന്നു. ഇപ്പം നമ്മളിതിങ്ങനെ ഇളക്കിയിട്ട് നോക്കുമ്പോൾ കണ്ടോ, ആ സ്പൂണിൽ നിന്ന് ജെല്ല് പോലെ നിൽക്കുന്നുണ്ടോ, അലോവേര ജെല്ലൊക്കെ നിൽക്കുന്ന പോലെ കാണുന്നുണ്ടോ? ഇങ്ങനെ ആയിട്ടുണ്ടാവും.
ജെല്ല് പോലെ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഈ സീഡൊക്കെ ഈ ജെല്ലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് വരാത്ത അവസ്ഥയാവും. നമ്മുടെ തലയിലെല്ലാം ഈ സാധനങ്ങൾ വരും. അപ്പോൾ അതിന് നല്ല പെട്ടെന്ന് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഒരു പഴയ പാത്രമാണ് എടുത്ത് കൊടുത്തേക്കുന്നത്, കാരണം ഇത് നമ്മൾ ഹെയറിലൊക്കെ ഇടാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യാത്ത പാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഞെക്കിയെടുക്കാവേ. ഇത് കൈ പൊള്ളും കേട്ടോ, അപ്പം ചൂടുണ്ടല്ലോ. നിങ്ങൾക്ക് കൈ പൊള്ളും വേദനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അരിപ്പ യൂസ് ചെയ്യാവേ. ഞാൻ ഇതെങ്ങനെയൊക്കെയോ ഞെക്കിയെടുത്ത് കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഇത് അരിപ്പയിലൂടെ അരിച്ചാലേ ഇതുപോലെ സ്മൂത്തായിട്ട് വരികയില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് വരും. പക്ഷേ ചൂടോടെ തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ സീഡൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ക്യാപ്സ്യൂളാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എനിക്ക് വൈറ്റമിൻ ക്യാപ്സ്യൂൾ സ്കിന്നിൽ ഹെയറിൽ ഇടുന്നത് ഇഷ്ടമാണ്. കാരണം എനിക്കത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഞാൻ എണ്ണ കാച്ചിയാലും ഒക്കെ വൈറ്റമിൻ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ 2 വൈറ്റമിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഈ സീഡിൻ്റെ ഈ ഒരു ജെല്ല് കൊണ്ട് മാത്രം നമ്മുടെ ഹെയർ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾ തലയിൽ തേക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാനൊരു ഫോർക്ക് എടുത്തേക്കുന്നു കേട്ടോ, അപ്പോൾ ഇത് എല്ലാത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഓക്കെ, മുട്ടയൊക്കെ അടിക്കുന്ന പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അത് അരിപ്പയിലാണ് ഞാൻ സാധാരണ അരിച്ചെടുക്കാറ്. പക്ഷേ ഇതിപ്പം തുണിയിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. കാരണം അരിപ്പയിൽ അടിച്ചപ്പോഴൊക്കെ എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല, മൊത്തം കിട്ടുന്നില്ല. അതിങ്ങനെ എത്ര നിൽക്കാലും ഇത് ജെല്ലല്ലേ, അപ്പം മുഴുവൻ എനിക്ക് കിട്ടില്ല. അപ്പോൾ കുറേയൊക്കെ വേസ്റ്റായി പോകുമായിരുന്നു. അപ്പോൾ അതൊട്ടും വേസ്റ്റ് ആക്കാതെ മുഴുവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണിയിൽ ട്രൈ ചെയ്തത്. പക്ഷേ ഭയങ്കര പൊള്ളുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് തണുക്കും കേട്ടോ. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് പാർട്ടീഷൻ എടുക്കണം. അതായത് നമ്മളിങ്ങനെ വകഞ്ഞിട്ട് നമ്മുടെ ആ വരമ്പില്ലേ, അതായത് അവിടെ തൊട്ട് തേച്ച് കൊടുക്കണം നന്നായിട്ട്. ഇതൊന്നും പേടിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകുമോ ഇതാകുമോ ഒന്നും പേടിക്കണ്ട. കാരണം ഇതിപ്പം എനിക്ക് തോന്നുന്നു ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. കാരണം ആവശ്യക്കാർ കൂടിയതുകൊണ്ടേ ഇതൊരുപാട് പേര് ചോദിച്ച് ചെന്ന് വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ യൂസൊന്നും ആർക്കും അറിയില്ല. കാരണം പണ്ട് നമ്മുടെ അലോവേര അങ്ങനെ അല്ലായിരുന്നോ, കറ്റാർവാഴയൊക്കെ പണ്ട് ഒരുപാട് എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്. അവിടെയൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ കാട് പോലെ നിറച്ച് നിൽക്കും. അന്നൊന്നും ഇതിൻ്റെ ഗുണമൊന്നും അറിയില്ല, എണ്ണ കാച്ചാന്നോ അല്ലെങ്കിൽ സ്കിന്നിന് നല്ലതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ വെട്ടിക്കളയുമായിരുന്നു. ഇപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ ഇപ്പം വീഡിയോ കാണുമ്പോൾ നിതയ്ക്ക് അറിയാമായിരിക്കും. നിത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിതയ്ക്ക് അറിയാമായിരിക്കും. നിത പറഞ്ഞ് കാട് പോലെ നിറച്ച് അവളുടെ വീട്ടിൽ കറ്റാർവാഴ നിന്നിട്ട് മരുന്ന് കടയെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നിതയ്ക്ക് പോലും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് പോലും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ്, അതായത് കറ്റാർവാഴ യൂസ് ചെയ്യാന്നുള്ള അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ചണവിത്തം കേട്ടോ മലയാളത്തിൽ പറയുക. അപ്പം ഇതിൻ്റെ യൂസ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്ന് കടയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമേ കിട്ടുള്ളായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇതിങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഭയങ്കര പാട്. നിങ്ങളിത് ചെയ്യുമ്പോൾ ബാത്റൂമിൽ വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഒരു ജെല്ലല്ലേ, നമ്മുടെ അലോവേര ജെല്ല് പോലൊന്നും അല്ല കേട്ടോ. അതിലൊക്കെ ഭയങ്കര കട്ടിയാണിത്. കുറച്ച് കഴിയുമ്പോൾ മുടി ഡ്രൈ ആകുന്ന പോലെ തോന്നുവേ. അത് ഈ ഓയിൽ ഇട്ടിട്ടിടുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിക്കോളും കേട്ടോ.
ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ സ്കിന്നിന് നല്ല കേട്ടോ, സ്കിന്നിൽ ഇത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും നല്ല, ഇത് പൊടിച്ചിട്ട് പൊടിയായിട്ട് പൊടി രൂപത്തിലൊക്കെ കഴിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ മാറി കിട്ടാനായിട്ട് നല്ലതാണ്. അതായത് കൊളസ്ട്രോള്, ഷുഗർ പോലുള്ള അല്ല പ്രഷർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരില്ല, അവരൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിത് കഴിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. സ്കിന്നിൽ ഫേസിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഹെയറിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ ഞാൻ വിചാരിച്ചു വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കൂടെ കാണിക്കാത്തത്. നമ്മുടെ ഹെയർ മാറ്റിയിട്ട് അതിന് അകത്തേക്കും ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരാളുടെ മുടിക്കൊക്കെ ഇത് ഈ ഒരു നമ്മളെടുത്ത 1/4 കപ്പ് മതിയാകും. അതല്ല നിങ്ങൾക്ക് ഷോർട്ട് മുടിയാണ്, ഒട്ടും മുടിയില്ലാത്ത ഷോൾഡർ വരെയൊക്കെ മുടിയായിട്ടുള്ള ആൾക്കാരില്ലേ, അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇത് മിച്ചമായിരിക്കും. അപ്പോൾ അത് 2 പേർക്ക് ഇടാനായിട്ടുള്ള ഉണ്ടാവേ. ഞാനിപ്പോൾ എടുത്ത അളവ് കേട്ടോ, എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ്. നമ്മൾ എന്ത് പാക്കിട്ട് കൊടുത്താലും നമ്മളുടെ ഹെയറിൻ്റെ അടിയിലും തേച്ച് കൊടുക്കണം കേട്ടോ, അടിയിലും തേച്ച് കൊടുക്കണം. എനിക്കിപ്പോൾ ഓൾറെഡി മുടിയൊക്കെ വളർന്നു വരുന്നുണ്ട് കണ്ടല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട്, ഈ താഴെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുമായിരുന്നു. എനിക്കെന്തോ അങ്ങനെ കുഞ്ഞി മുടി വന്ന് നിൽക്കുന്ന ഇഷ്ടമല്ല. അപ്പം കുറേയൊക്കെ കളയുമായിരുന്നു. പിന്നെ അങ്ങ് വളർന്നിറങ്ങട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുവാണല്ലോ അല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. വെളിയിലെങ്ങും പോകുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഹാൻഡ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടിരിക്കുക. പിന്നെ നമ്മളുടെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. വെൺമ സ്റ്റോറി ഹബ് എന്നാണ് പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ പേജ് ഫോളോ ചെയ്യേണ്ട പേരും ലിങ്കും എല്ലാം കൊടുക്കാം ഇവിടെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാനും മെയിൽ അയക്കാനും ഒക്കെ എളുപ്പമുണ്ട്. ഞാൻ തുടരെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അവരോടാണ് പറയുന്നത്. കംപ്ലീറ്റ് ഞാൻ തേച്ചിട്ടുണ്ട്, പാത്രം കാലിയായി. ഇത് ഞാൻ എൻ്റെ ഫേസ് കെയറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ബൗളാട്ടോ. നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ അറിയാമായിരിക്കും, എല്ലാ വീഡിയോയിലും ഞാൻ സെയിം ആ പാത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്നത്. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ഒരു 20 മിനിറ്റ് അല്ലെ 30 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയണം കേട്ടോ. വാഷ് ചെയ്ത് കളയുമ്പം സോപ്പ് ഇപ്പോൾ എങ്ങും പോകുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എങ്ങും പോകത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഇട്ട് വാഷ് ചെയ്യാതിരിക്കുക. ഇന്ന് നോർമൽ വാട്ടറിൽ അങ്ങ് വെറുതെ പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്ത് വിടുക. നാളെ നിങ്ങൾ നന്നായിട്ട് ഷാമ്പുവോ കണ്ടീഷണറോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം കാണാം. ഹലോ, ഓക്കെ. അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്ത ആ ദിവസമല്ല കേട്ടോ, പിറ്റേ ദിവസമാണ്. അത് ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് വിട്ടതേ ഉള്ളൂ. ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ രാവിലെ ഒന്നുകൂടെ ഒന്ന് ഹെയർ വാഷ്. സാധാരണ ഞാൻ അങ്ങനെ ദിവസം അടുപ്പിച്ചടുപ്പിച്ച് വാഷ് ചെയ്യാറില്ല. കാരണം എല്ലാവർക്കും അറിയാലോ, വീട്ടിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്ലോറിൻ വെള്ളമാണ് കിട്ടുന്നത്. അത് തന്നെയല്ല, ക്ലോറിൻ വെള്ളത്തിൻ്റെ തന്നെയല്ല നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല മുടിക്കും. അപ്പോൾ അവന് ഡെയിലി ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെറുതായിട്ടൊന്നും ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വളരെ ലൈറ്റായിട്ട് ഇട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഈ ക്വാറന്റൈൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്ത് പോയി ഒന്ന് മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഫ്ലെക്സീഡോ വാങ്ങിക്കുക, ചെയ്ത് നോക്കുക. ഫ്ലെക്സീഡ് എങ്ങനെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, എൻ്റർടൈനിങ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അതിൽ 3 ഓപ്ഷൻ ഉണ്ടാവും. ഓഫ് ഉണ്ടാകും, ഒക്കേഷണൽ ഉണ്ടാവും, ഓൾ ഉണ്ടാവും. ഓൾ തന്നെ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും കാണാനും സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മറക്കേണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.